CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകൻ മുഹമ്മദ് റിയാസ് MLAയുടെയും വീടുകളിലടക്കം 12 ഒരേ സമയം റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായി CPM നേതൃത്വത്തിൽ കനത്ത പ്രതിഷേധം. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർ മടങ്ങിയ വാഹനങ്ങൾ തല്ലി തകർത്തു. അരിയന്നൂരിൽ ഡോക്ടറുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ 36 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് ചാവക്കാട് നിന്ന് പിടിയിലായത്. പ്രതിയുമായി ഗുരുവായൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി. കുന്നംകുളം പ്രസ് ക്ലബിന്റെ 21ാമത് സംസ്ഥാന മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമ വിഭാഗത്തിൽ മാതൃഭൂമി തൃശൂർ ലേഖിക അക്ഷേക സുധരാജ്, ദൃശ്യമാധ്യമ വിഭാഗത്തിൽ ഇരിട്ടി ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടർ ഉന്മേഷ് പായം എന്നിവർക്കാണ് ഇത്തവണ അവാർഡ്. 11,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം ജൂൺ അവസാന വാരം കുന്നംകുളത്ത് സമ്മാനിക്കും. മൈസൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ വരവൂർ സ്വദേശിനിയായ നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. വരവൂർ കുമരപ്പനാലിൽ കുന്നത്തുവീട്ടിൽ സുരേന്ദ്രന്റെ മകൾ 18 വയസ്സുള്ള ആര്യയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കോളേജിൽ നിന്ന് പിതാവിനൊപ്പം കാറിൽ നാട്ടിലേക്ക് വരുന്നതിനിടെ ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ എതിരെ വന്നിരുന്ന മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. കുന്നംകുളത്ത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. സീനിയർ ഗ്രൗണ്ടിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CCTV ഡയറക്ടർ ബാബു പോളിന്റെ സഹോദരിയും കൂനമുച്ചി തരകൻ പോൾ മാസ്റ്ററുടെ മകളുമായ മിനി പോൾ നിര്യാതയായി. 53 വയസ്സായിരുന്നു. സംസ്കാരം കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. പൊന്നയൂർകുളം പരൂർ കാരുണ്യം പാലിയേറ്റീവ് കെയർ വളണ്ടിയർ രൂപീകരണ സംഗമം നടത്തി. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ രൂപീകരണാർത്ഥം വളണ്ടിയർമാരെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് വളണ്ടിയറായി പ്രവർത്തിക്കാൻ സന്നദ്ധരായവർക്കു വേണ്ടി ക്ലാസ് സംഘടിപ്പിച്ചത്. ചാവക്കാട് കോടതി പുതിയ കെട്ടിടം ഉദ്ഘാടന സജ്ജമായതായി NK അക്ബർ MLA. വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെ അവലോകന യോഗത്തിലാണ് ഇക്കാര്യം MLA വ്യക്തമാക്കിയത്. വനിതാ ശിശുവികസന വകുപ്പിന്റെയും ICDS ചൊവ്വന്നൂർ ബ്ലോക്കിന്റെയും നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് തല പോഷൻ പക്വാട പരിപാടി പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയും ആയുർവേദ ആശുപത്രിയും ചേർന്നു നടത്തിയ വിദ്യാർത്ഥികൾക്കായുള്ള സൗജന്യ യോഗ സമ്മർ ക്യാമ്പ് സമാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് അനുകൂല അധ്യാപക സംഘടനകളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നേതൃസംഗമം നടത്തി. മുതുവട്ടൂരിൽ നടന്ന നേതൃയോഗം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.